തിരികെ വാർത്തകളിലേക്ക്. ബീഹാറിലെ എൻ.ഡി.എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് തന്നിയെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി. എൻ.ഡി.എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ ഇന്ത്യ മുന്നണി വ്യാപക പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു. അതേസമയം സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നവരുമായി കെ.സി. വേണുഗോപാലും അശോക് ഗെഹ്ലോട്ടും ചർച്ചയും നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നതിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വെപ്രാളം. എൻ.ഡി.എ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പരിതപിക്കലായിരുന്നു. എന്തായാലും ഇപ്പോൾ എൻ.ഡി.എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കുന്നു. നിതീഷ് തന്നെയാണ്. വിവരങ്ങൾ. ഈ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് നേരത്തെ ഉത്തരം കിട്ടിയിരുന്നു. അത് നിതീഷ് തന്നെയായിരിക്കും എന്നതാണ് അമിത്ഷായും പ്രധാനമന്ത്രിയും പറഞ്ഞത്. പക്ഷെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും എന്നുള്ളതായിരുന്നു ലഭ്യമായ വിവരം. പക്ഷേ ഇപ്പോൾ സാമ്രാട്ട് ചൌധരി അവിടുത്തെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷാരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഈ തീരുമാനം. അതേസമയം തന്നെ അവിടെ പ്രധാന മത്സരം എൻ.ഡി.എയും എൻ.ഡി സഖ്യവും തമ്മിലാണെന്നും ജൻസൂരജ് പാർട്ടിക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ജംഗിൾ രാജും അതോടൊപ്പം വികസനവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ബീഹാറിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. ശരി ശ്രീകാന്ത്. ബീഹാറിലെ എൻ.ഡി.എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് തന്നെയാണ്. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. എൻ.ഡി.എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ ഇന്ത്യ മുന്നണി വ്യാപക പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു. എന്തായാലും അക്കാര്യത്തിലെല്ലാം തന്നെ തിരശ്ശീല ഇട്ടുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്.